ആക്ച്വലി ഭയങ്കര ഒരു എക്സൈറ്റിംഗ് അല്ല, ഒരു ഈഗർലി വെയിറ്റിംഗ് എപ്പിസോഡ് സംഭവങ്ങളാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും മുന്നും ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ശ്മശാന മൂകത ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ. ആര്യനും അക്ബറും അവിടെ കുക്കിംഗ് ടീമിൽ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട് നല്ല മുരിഞ്ഞ ദോശ എന്നൊക്കെ. മുരിഞ്ഞ ദോശയൊക്കെ നന്നായിട്ട് കഴിച്ചു. കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ പോയിട്ട് നല്ല മുരിഞ്ഞ ചിക്കൻ കാലും ദോശയും ചപ്പാത്തിയൊക്കെ കഴിക്കാം. അതിനുള്ളൊരു അവസ്ഥ എത്രയും വേഗം ഉണ്ടാവട്ടെ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഷാനവാസ് പോയത് ആ ഒരു സംഭവം നല്ലൊരു ആ പാക്കറ്റ് നല്ലൊരു ഹെവി പാക്കറ്റാണ്, 1 ലിറ്റർ പാലിൻ്റെ പാക്കറ്റാണ്. അപ്പം ഇങ്ങനെ കുടഞ്ഞെറിയുമ്പോൾ ഉണ്ടാവുന്ന ഇവിടെ വന്ന് കൊള്ളുമ്പോൾ നല്ലൊരു പെയിൻ ഉണ്ടാവും. അപ്പം അതിലേയും നൂറേയും അനു ഇപ്പുറത്ത്, അനീഷ് ഇപ്പുറത്ത്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര അഭിനയമാണെന്ന് പറഞ്ഞു വൃത്തിയായിട്ടവന്മാർ. ഇവർക്കൊക്കെ ഗ്യാസ് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് ഷാനവാസിക്കയുടെ കപ്പാടെ ചായ വെച്ചിരിക്കുന്ന കപ്പ് കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിന്ന്. അപ്പോൾ അനീഷും പറയുന്നുണ്ട് വേഗം പോയിട്ട് വരട്ടെ എന്നുള്ളത്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ അനുമോൾക്ക് ആര്യൻ്റെ ഭാഗത്തു നിന്ന് ഒരു കുത്തു കിട്ടിയ കാര്യം പറയുന്നത്. അപ്പോൾ ഷാനവാസിനെ എടുക്കാൻ വന്നപ്പോൾ അപ്പോഴാണ് അനീഷ് അറിയുന്നത്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട് അതിൻ്റെ കാര്യം എന്താ, എൻ്റെ ആവശ്യം എന്താ, അടിക്കാനുള്ള അവകാശം ആർക്കും ഇല്ലല്ലോ, ആരും ഒന്നാമത് സ്പോർട്സിലുള്ളതാണ്, അപ്പോൾ കൈക്കൊക്കെ നല്ല പവറായിരിക്കും. അപ്പോഴാണ് അനുമോൾ പറയുന്നത് നല്ല ചവിട്ടും കുത്തൊക്കെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അത് പെയിൻഫുൾ ആണെന്നുണ്ടെങ്കിൽ അത് സംസാരിക്കണമെന്നേ, അല്ലാതെ മിണ്ടാണ്ടിരുന്നൊരു കാര്യമില്ല. ഇപ്പം ഫിസിക്കൽ അസോൾട്ട് ചെയ്യാനുള്ള ഒരു സംഭവം അവിടെ ആർക്കും ഒരു റൈറ്റും ഇല്ല. ഇതൊക്കെ ഇപ്പോഴാണ് മിണ്ടുന്നത്. അപ്പം അനുമോളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് അനുമോൾ മിണ്ടാതെ ഇരിക്കും, പറയണ്ടെന്ന് ചോദിച്ച് വിട്ടുകളയും. അതും ചില കാര്യങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക് വളം വെച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പം ഇനി പറഞ്ഞ മാതിരി ടിക്കറ്റ് ഫിനാലൊക്കെ ഡ്രോപ്പായ ഒരു അവസ്ഥയാണ്. ഇപ്പം എല്ലാവരും വെയിറ്റിംഗ് ആണ് ഷാനവാസ് വരാൻ വേണ്ടിയിട്ട്. ഇപ്പം ലൈവിൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചത്ത അവസ്ഥയാണ്. ഇവർ വിചാരിച്ചു ആൾക്കാർ കുറയണനുസരിച്ച് അടി കുറഞ്ഞു പോരുന്നു. പക്ഷെ അതിലും നൂറേം പറഞ്ഞൊരു കാര്യമുണ്ട്, നെവിനെ പോലത്തെ ആൾക്കാരുള്ളപ്പോൾ എത്ര ആൾക്കാർ കുറഞ്ഞു കഴിഞ്ഞാലും അവിടെ അടിയും വഴക്കും ഒക്കെ ഉണ്ടാവും. ഒന്ന് ആലോചിക്കുക, ഈ ഒരു സിറ്റുവേഷനിൽ ഒരു റീജോയിനിങ് അല്ലെങ്കിൽ ഒരു വഴക്ക് പോട്ടെ എന്നുള്ള രീതിയിൽ ഒരു കോംപ്രമൈസിങ് ഇതിനകത്തേക്ക് വരില്ല. കാരണം ഭയങ്കര ഒരു ഹേറ്റ് സ്പ്രെഡിങ് അപ്രോച്ചാണ്. നെവിനെ ഇപ്പോൾ ലൈവിൽ കാണുന്നില്ല, കിച്ചണിൽ അവർ രണ്ടുപേരുമാണ്. ഇപ്പോൾ ഏകദേശം അഹങ്കാരത്തിന് നെവിനൊരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ വെയിറ്റിംഗ് ആണ് ഷാനവാസ് തിരിച്ചു വരാനും. കുഴപ്പമൊന്നുമില്ലാതെ തിരിച്ചു വരട്ടെ. ലെറ്റ്സ് പ്രേ ഫോർ ഹിം.